ഇയാള് നമ്മുടെ ഈ വിജയൻ കേറുമ്പോ ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലിൽ, അല്ലാതെ കട്ട് ചെയ്യരുത്. നാളെയാണ് കേരളക്കര മുഴുവൻ കാത്തിരിക്കുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ്. കൃത്യം 1 മണിക്ക് തന്നെ നറുക്കെടുപ്പ് ആരംഭിക്കും. ഉടൻ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും. ആർക്കായിരിക്കും 25 കോടി രൂപ ലഭിക്കുക എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ മുഴുവൻ. എന്താണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മീനാക്ഷി ലോട്ടറി ഏജൻസിക്ക് മുൻപിലാണ്. കോട്ടയത്തെ തന്നെ അതിപ്രശസ്തമായ ലോട്ടറി ഏജൻസികളിൽ ഒന്നാണ് ഇവിടെ എത്തുന്ന ആളുകളെല്ലാം പ്രതീക്ഷയേക്കാൾ ഉപരി പരാതികളാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പ്രതീക്ഷയുടെ കാര്യമല്ല, ഞങ്ങൾക്ക് ഇതിലേക്ക് ഞങ്ങളോട് ചെയ്യുന്ന കൊള്ളയെ പറ്റിയാ പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. അതായത് ഇയാള് നമ്മുടെ ഈ വിജയൻ കേറുമ്പോ ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലിൽ, അല്ലാതെ കട്ട് ചെയ്യരുത്. ഈ വിജയം കയറുമ്പോൾ 10 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ 10 രൂപ ടിക്കറ്റിന് 50 രൂപ ടിക്കറ്റിന് 10 രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മനസ്സിലായി? 10 വർഷത്തിന് ശേഷം ഇപ്പൊ കിട്ടുന്ന 6 രൂപയാ. മനസ്സിലായി? 10 വർഷം മുമ്പ് 6 രൂപ കൊടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ചായ കിട്ടണമെങ്കിൽ മിനിമം 12 രൂപ കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ 4 രൂപ വെട്ടിക്കുറച്ചിരിക്കുക. അതുപോലെ ഈ പ്രൈസ് അടിച്ചാൽ കിട്ടുന്നത് ഞങ്ങളുടെ DC, ഈ പ്രൈസ് അടിച്ചാൽ ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട്. അത് 12% അതായത് 5000 രൂപ അടിച്ചാൽ 600 കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുന്നത് എത്രയാണെന്ന് അറിയാം? 450. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിക്കാണ്, ഒരുപോലെ കൊള്ളയടിക്കാണ് ഇവര്. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? പൊതുജനങ്ങള് ഞങ്ങൾ വിൽപ്പനക്കാർ, ഈ വെയിലും കൊണ്ട് നടക്കുന്ന ഞങ്ങൾ വിൽപ്പനക്കാരും പൊതുജനങ്ങളെ ഒരുപോലെ കൊള്ളയടിക്കുക. അതിൽ 50ന്റെ പ്രൈസ് കുറച്ച് ഈ 40% GST കിട്ടുമ്പോൾ ഇവർക്ക് 20% കിട്ടത്തില്ലേ? ഇല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള അധികം കിട്ടുന്ന 6%, ഇപ്പൊ 14 പേർക്ക് കിട്ടുന്നുണ്ട്. ആ 6% ഇവർ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കൊള്ളയടിക്കാതിരിക്കാം, ഞങ്ങളുടെ കമ്മീഷനിൽ കുറവ് വരുത്താതിരിക്കാം. ഇല്ലേ? അപ്പൊ തീവട്ടിക്കുള്ളിലാണ് ഇവർ കാണിക്കുക. അതുപോലെ തന്നെ ഇയാൾ രണ്ടാമത് കയറുമ്പോ ബമ്പർ റിസൾട്ടില്ലേ, ബമ്പറിൽ ഞങ്ങൾക്ക് DC 12% ആക്കിയിരുന്നത് 2 പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് 10% ആക്കി. മനസ്സിലായി? 2-3 ബമ്പറിന് തന്നു. അത് കഴിഞ്ഞു വീണ്ടും അതായത് ഭരണം കിട്ടിയല്ലോ, പിന്നെ കൊള്ളയടിക്കാമല്ലോ. എന്നിട്ട് ഇതെല്ലാം അമേരിക്കയെ കൊണ്ട് നിക്ഷേപിക്കണ്ടേ? 6 മാസം കൂടുമ്പോ ക്യാൻസറിന് ചികിത്സിക്കാനെന്നും പറഞ്ഞോണ്ട് പോകണമല്ലോ. അപ്പം അത് 10% ആക്കി ഞങ്ങളുടെ വെട്ടിക്കുറച്ചു. പറയുന്നത് ഇങ്ങനെ തീവെട്ടിക്കൊള്ളയാണ് ഇവർ കാണിക്കുന്നത്. മാത്രമേ ഉള്ളൂ. അവസാനം നടക്കുക ഇന്നും മിച്ചവാ. ഇതിനകത്ത് കിടപ്പോ ഇഷ്ടം പോലെ. എന്നാ ചെയ്യാനാ? എല്ലാവരും നശിച്ചു. ലോട്ടറിക്കാരൻ്റെ ആത്മഹത്യയുടെ പക്കത്തോട്ട് പോയാൽ മതി. ഡെയിലി കുറയ്ക്കല്ലേ? 40 രൂപ നിന്നപ്പോ എങ്ങനെയും ഒക്കെ ഇത് വിറ്റ് പോകുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ 50 ആയ പിന്നെ ആൾക്കാർക്ക് വേണ്ടത്, ആൾക്കാർക്ക് വെറുത്തു. പെട്ടെന്ന് പ്രൈസ് കുറച്ചില്ലേ? 25,000 19 ആക്കി, 30,000 25 ആക്കി. ആകെ ഹോൾസെയിൽ കടക്കാർക്ക് പോയോ? സർക്കാരിന് പോയോ? ഞങ്ങൾക്കല്ലേ പൈസ പോയുള്ളൂ. പണ്ടൊക്കെ ഒരു 50 രൂപ ടിക്കറ്റ് വിറ്റാൽ 13 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ 6 രൂപയില 5 രൂപയില ഇല്ലേ? 6 രൂപ. ഒരു ഭയങ്കര ചീറ്റിംഗ് ആണ് സർക്കാർ വരെ അങ്ങനെ കാണിക്കുന്നത്. ഞങ്ങളുടെ പൈസ തന്നെ കുറയ്ക്കുന്നു. 40 രൂപ ആകുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ. ഒരു 60 ടിക്കറ്റ് വിറ്റാലും ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ചു പോകാം. അതുപോലും പറ്റുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന 60 ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന 370 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നു. അതിൽ ഡിസ്കൗണ്ട് ആൾക്കാർ ചോദിക്കും. ഡിസ്കൗണ്ട് സർക്കാർ ഞങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം. കടക്കാരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം, ഞങ്ങളല്ല. അല്ല, ഞങ്ങളും കൊടുക്കണം. കേട്ടോ, കടക്കാർ വരില്ല, മെയിൻ കടക്കാർ വരും. നിങ്ങളെന്താ തരാത്തതെന്ന് ചോദിക്കും. ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ഞങ്ങൾ പണിയില്ലാത്ത, സുഖമില്ലാത്ത ആൾക്കാർ, പല്ലുമില്ല, ഒന്നുമില്ല, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഈ പണി പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമുള്ളവർ വരെ ഈ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇതിനുള്ള ഒരു നടപടി ഉണ്ടാകണം, എന്നാലേ നന്നാകത്തുള്ളൂ. ഇപ്പം 3 പാർട്ടിക്കാരുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിലുള്ള രേഖയുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ബോണസും കിട്ടുന്നുണ്ട്. വർഷത്തിൽ കിട്ടാത്തവർ വരെ ജീവിക്കുന്നു. ബോണസ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓണത്തിന് മാത്രമേ ബോണസ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ 50 രൂപ വെച്ച് ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. പക്ഷെ ഇവർ പൈസ കൊടുക്കണ്ട. ഈ സർക്കാർ പിന്നെ പ്രൈസ് പോലും കൊടുക്കുന്നില്ല. ഈ പ്രൈസ് എവിടെ പോകുന്നു? 20 ലക്ഷം രൂപ അടിച്ചത് ആളെ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ നാളെ 25 കോടിയാണ് നറുക്കെടുപ്പ്. അതിന്റെ ആളെ പോലും കാണിക്കത്തില്ല. ഇപ്പൊ സർക്കാർ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 27-ാം തീയതി നറുക്കെടുക്കുന്ന ബമ്പർ ഇപ്പൊ 4-ാം തീയതി 2 നറുക്കെടുപ്പാ. എങ്ങനെ വിറ്റ് മാറ്റും? ഞങ്ങൾക്ക് ഡെയിലി മിച്ചമാണ്. ഒരു ഗ്യാരണ്ടി പോലും അടിക്കും. ഞങ്ങൾക്ക് 10 രൂപ പോലും എടുക്കാൻ വരുമാനമില്ല. ഞങ്ങൾ നാളത്തെ ടിക്കറ്റ് ഇതേ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുക. ഇത് വിറ്റിട്ട് വേണം ഞങ്ങൾ നാളത്തെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഞങ്ങളെ കണക്കുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും? സാറ് പറ.
ഇതേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇത്രയും പേര് ഇവിടെ ഒരു എത്രയും പേർക്ക് ഇവിടെ നിന്നിട്ട് ഇത്രയും പേര് ടിക്കറ്റ് എടുത്തല്ലേ ആർക്കെങ്കിലും ഒരു രൂപ അത് കളത്തെ പരിപാടി കാണിച്ച് 1 ലക്ഷം പേര് എടുത്താൽ 10 പേർക്ക് കിട്ടും. അങ്ങനെ 10 പേർക്ക് കിട്ടാൻ കിട്ടുള്ളൂ. ആ രീതിയിലുള്ള പരിപാടി എന്നെ ചെയ്യാനാ. ആര് പറഞ്ഞു പോയെങ്കിൽ അവന്റെ ബുദ്ധി കയറും. അങ്ങനത്തെ രീതിയാണ് സംസാരം. അതുകൊണ്ടാ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ 7-8 വർഷമായിട്ട് മഴയും വെയിലും കൊണ്ട് ഇപ്പം വെയിലും കൊണ്ട് പൊള്ളിയേച്ച് വന്നതേ ഉള്ളൂ. ഇപ്പം 6 നോക്കി ഒരു 100 രൂപ ഇതിനകത്തില്ല. എങ്ങനെ എല്ലായിടത്തുനിന്നും എടുക്കുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട്. കാശ് വേണ്ട കയ്യില്, കുടിക്കണ്ടേ. ഇതുവരെ ചോറുണ്ടില്ല അമ്മ.